നെക്സ്റ്റ് നമുക്ക് ഒരു ഡാറ്റാബേസ് എങ്ങനെ നമുക്ക് MySQL ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. SQL കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാം MySQL വർക്ക് ബെഞ്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. സോ ഇൻ്റർഫേസിൽ നമുക്ക് ആദ്യമായി കാണുന്നത് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടാബ് കാണാം, സ്കീമാസ് എന്ന് പറയുന്ന ടാബ് കാണാം. സോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ചെറിയ വിൻഡോയിൽ നമ്മൾ നമ്മുടെ സെർവറുമായി ബന്ധപ്പെട്ട സെറ്റിംഗ്സും മറ്റുമാണ്. സോ നമ്മൾ ഇതൊന്നും ഇപ്പോൾ തൽക്കാലം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ സ്കീമാസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്കീമാസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു MySQL നിലവിലുള്ള ഡാറ്റാബേസസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കാര്യമായിട്ടൊരു ഡാറ്റാബേസും ഇല്ല. ഇതിൽ ഡീഫാൾട്ട് ആയിട്ടുള്ള സിസ് എന്ന് പറയുന്ന ഈ ഒരു MySQL ഡാറ്റാബേസ് ആണുള്ളത്. സോ ഇനി നമ്മൾ ഏതെങ്കിലും ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഡാറ്റാബേസും ടേബിളും മറ്റുമെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ വരുന്നത് ഈ query 1 എന്ന് പറയുന്ന ഈ കാണുന്ന ഒരു ടാബാണ്. ഇതിനുള്ളിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ SQL കമാൻഡ് എഴുതുന്നത്. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും മറ്റു ക്വറികളുമെല്ലാം നമ്മൾ എഴുതുന്നത്, നമ്മുടെ SQL കോഡ് എഴുതുന്നത് ഈ ഒരു ചെറിയ വിൻഡോക്കുള്ളിലാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്ന SQL അഡീഷൻ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വിൻഡോ നമുക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല. സോ നമുക്കത് ഹൈഡ് ചെയ്ത് വെക്കാം. സോ ഇവിടെ ഈ കാണുന്ന ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് താഴെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ വിൻഡോ കാണാം. യഥാർത്ഥത്തിൽ ഇതൊരു ലോഗ് വിൻഡോയാണ്. സോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓരോ കമാൻഡും സക്സസ്ഫുള്ളി റണ്ണായോ ഇല്ലയോ എന്നെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിലും നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇത് തൽക്കാലം നമുക്ക് താഴോട്ട് കുറച്ച് മിനിമൈസ് ചെയ്ത് വെക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സോ ഈ കാണുന്ന query എന്ന് പറയുന്ന ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ പ്രധാനമായും വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യമായി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഡാറ്റാബേസ് ആണ്. ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതേണ്ട SQL കമാൻഡ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഡാറ്റാബേസ്, പിന്നെ വീണ്ടും ഒരു സ്പേസ് കൊടുത്ത ശേഷം ഡാറ്റാബേസിൻ്റെ പേര് കൊടുക്കുക. ഞാനിവിടെ DB1 എന്ന് കൊടുക്കുന്നു. ശേഷം ഒരു സെമികോളൻ കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഇത് ഇത്ര കൊടുത്ത ശേഷം നമ്മളിവിടെ ഈ യെല്ലോ ഒരു ഐക്കണിൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും എക്സിക്യൂട്ട് ദ സെലക്റ്റഡ് പോർഷൻ ഓഫ് ദ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു യെല്ലോ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇവിടെ കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കുന്നു, ക്രിയേറ്റ് ഡാറ്റാബേസ് DB1. ഓക്കെ, സോ നമ്മളിവിടെ ഈ സൈഡിൽ സ്കീമാസ് എന്ന് പറയുന്ന ടാബിൽ വന്ന് ഈ ചെറിയൊരു റീഫ്രഷ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ DB1 എന്ന് പറയുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ഫോണ്ട് സൈസ് കുറച്ച് കുറവാണ്. നമുക്ക് സ്ക്രീൻ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിവിടെ DB1 എന്ന് പറയുന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി. സോ നമ്മളതിന് ഉപയോഗിച്ച കമാൻഡ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഡാറ്റാബേസ് DB1. സോ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന SQL കീവേഡ് എഴുതിയത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ്, അഥവാ അപ്പർ കേസിലാണ്. സോ ഇങ്ങനെ എഴുതാൻ കാരണം നമുക്കൊരു റീഡബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. നമുക്ക് സ്മോൾ ലെറ്ററിലും എഴുതാൻ സാധിക്കും. ഉദാഹരണമായി ഞാനിവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് DB2 എന്ന് കൊടുക്കുന്നു. സോ ഇതുപോലെ നമുക്ക് SQL കീവേഡ്സ് നമുക്ക് സ്മോൾ ലെറ്ററിലും ഇതുപോലെ എഴുതാൻ സാധിക്കുന്നതാണ്. സോ നമ്മളിങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാൻ കാരണം നമുക്ക് നമ്മുടെ റീഡബിലിറ്റി വർദ്ധിക്കുന്നതിന് വേണ്ടി, അതായത് നമ്മൾ ഒരുപാട് കോഡ് എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി ഡാറ്റാബേസ് നെയിം ഏതാണ്, അതുപോലെ ടേബിൾ നെയിം ഏതാണ്, അതുപോലെ നമ്മൾ SQL കമാൻഡ്സ് SQL കീവേഡ്സ് ഏതാണ് എന്നെല്ലാം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ SQL കീവേഡ് നമ്മളിതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നത്. സോ നമ്മൾ ഒരു ഗുഡ് പ്രാക്ടീസ് എന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. സോ നമ്മളും അത് ഫോളോ ചെയ്യുകയാണ്. നമ്മൾ SQL കീവേഡ് എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. സോ നമ്മൾ ഇതുപോലെ സ്മോൾ ലെറ്ററിൽ എഴുതിയാലും നമുക്ക് SQL കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാനിവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് DB2 എന്ന് കൊടുക്കുന്നു. ശേഷം ഞാനിവിടെ റൺ ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു എറർ വന്നു. കാരണം നമ്മൾ DB1 ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ DB2 എന്ന് പറയുന്ന ഈ ഒരു ലൈൻ എഴുതിയത്. സോ നമുക്കൊരു പ്രത്യേക ലൈൻ മാത്രമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആ ലൈൻ മാത്രം സെലക്ട് ചെയ്യുക. ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം ഈ യെല്ലോ ഐക്കണിൽ എക്സിക്യൂട്ട് എന്ന് പറയുന്ന യെല്ലോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഭാഗം മാത്രം, ആ ഒരു ലൈൻ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് DB2 എന്ന് പറയുന്ന കൺഫർമേഷൻ മെസ്സേജ് ലഭിച്ചു. ഇനി ഇവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DB2 എന്ന് പറയുന്ന ഡാറ്റാബേസും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിലാണ് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് ഓട്ടോമാറ്റിക്കലി SQL കീവേഡ് അപ്പർ കേസിലോട്ട് മാറ്റുന്നതിന് നമ്മളിവിടെ എഡിറ്റ് എന്ന് പറയുന്ന മെനുവിൽ പോയതിന് ശേഷം പ്രിഫറൻസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. ഇതിൽ നിങ്ങൾക്ക് query എഡിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു ചെക്ക് ബോക്സ് ഓൺ ആക്കി വെക്കുക, യൂസ് അപ്പർ കേസ് കീവേഡ്സ് ഓൺ കംപ്ലീഷൻ. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതി കഴിഞ്ഞാലും അത് ഓട്ടോമാറ്റിക്കലി അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. ഉദാഹരണമായി നമുക്കിവിടെ നോക്കാം. ഞാനിവിടെ ക്രിയേറ്റ്, അഥവാ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ ഈ ഒരു ന്യൂ SQL query ടാബ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.
ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും, പുതിയൊരു ക്വറി ടാബ് ഓപ്പണായി വരുന്നതായിരിക്കും. സോ ഇതിൽ നമ്മൾ ക്രിയേറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്രിയേറ്റ് എന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കീവേഡ് നമുക്കവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഞാനിവിടെ ഡാറ്റ ബേസ് അതുപോലെ DB3 ഒന്ന് കൊടുക്കുന്നു. ശേഷം ഞാൻ ഈ യെല്ലോ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്ത ശേഷം ഞാനിവിടെ ഡാറ്റാബേസ് എക്സിസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. സോ നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. DB3 ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ നമ്മളിവിടെ DB4 കൊടുക്കുന്നു. ശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ നമുക്കിവിടെ DB4 എന്ന് പറയുന്ന ഡാറ്റാബേസ് ഇവിടെ ലഭിക്കുന്നു. സോ നമ്മളിപ്പോൾ DB1, DB2, DB3, DB4 എന്ന് പറയുന്ന 4 ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്തു. നമ്മളിതിൽ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.